ഈ മൂവി തുടങ്ങുന്നത് ഒരു പുതിയ സിനിമ നമുക്ക് തുടങ്ങിയാലോ എന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ടാണ്. കുറച്ച് സുഹൃത്തുക്കൾ കൈകോർത്തു. ആ സുഹൃത്തുക്കളുടെ കോണ്ടാക്റ്റിലൂടെ മറ്റൊരുപാട് സുഹൃത്തുക്കൾ കൂടി ചേർന്നു. ഒരു വലിയ സുഹൃത്ത് വലയ, ഒരു പുതിയ സുഹൃത്ത് വലയ പഴുതെന്ന സിനിമയുടെ പിന്നിലൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ സുഹൃത്ത് വലയത്തിൻ്റെ ശക്തിയാണ് ഈ സിനിമ ഇന്ന് ഈ ജനുവരി മാസം റിലീസിലോട്ട് എത്തിക്കുന്നത്. ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള സുഹൃത്തുക്കൾ ഈ സിനിമയുടെ മുന്നിലും പിന്നിലുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് വിദൂര ഭാഗത്താണ് സിനിമയുടെ കൂടുതൽ ഭാവം ഷൂട്ട് ചെയ്തിരുന്നത്. സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക പോയിന്റിൽ സ്റ്റോറി അവസാനിക്കുന്നുണ്ട്. അവിടെ 2 ലൊക്കേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഈ കൂട്ടായ ചർച്ചയിലൂടെയാണ് കഥയും സ്ക്രിപ്റ്റും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. വീണ്ടും ചർച്ചകൾ നടന്നു. നമുക്കിതിനെ വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോയാലും എന്നൊരു ചിന്ത ഉണ്ടാകുന്നു. ഇപ്പോൾ കഥയ്ക്ക് ഒരു പുതിയ ട്വിസ്റ്റ് വരുന്ന രീതി വീണ്ടും ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. അങ്ങനെ 2nd, 3rd ഷെഡ്യൂൾ വെച്ചാണ് പുതിയ പുതുമുഖങ്ങളാണ് ചെയ്യുന്നതെങ്കിലും അത്രയും സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെന്റ് എഫേർട്ട് ഇട്ട് എടുത്തിരിക്കുന്ന ഒരു മൂവിയാണ്. ഒരു തട്ടിക്കൂട്ട് സിനിമയിലോട്ട് പോകുന്ന സിനിമയെ ഗൗരവമായിട്ട് തന്നെ കാണണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ടാണ് കൂടുതൽ ഭാഗങ്ങൾ ഞങ്ങൾ റീതിങ്ക് ചെയ്ത് ആഡ് ചെയ്യുകയും അങ്ങനെ ഒരു സ്ട്രോങ് മൂവി പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നു എന്ന വലിയ വിശ്വാസമുണ്ട്. സിനിമ കാണുന്ന പ്രേക്ഷകർ 2 ചോദ്യങ്ങൾ മനസ്സിനകത്ത് ഉണ്ടാകും എന്നത് ഉറപ്പാണ്. വാട്ട് ഈസ് നെക്സ്റ്റ്, ഹു ഈസ് ദാറ്റ്? ഈ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അതുണ്ടാകുന്നത് ഒരു സംവിധാനമായി എനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ അഷ്വറൻസും, സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് തരുന്ന ഏറ്റവും വലിയ അഷ്വറൻസും അത് തന്നെയാണ്. നിങ്ങളെ ലാഗില്ലാതെ പിടിച്ചിരിക്കാൻ ഈ മൂവിക്ക് സാധിക്കും. സിനിമയുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ സിനിമയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ പോലും തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പുതുമുഖങ്ങളായ ഞങ്ങൾക്ക് ഒരുപാട് ചലഞ്ചസുകൾ ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ ചലഞ്ചസുകൾ ഉണ്ടാകുമ്പോൾ ഇത് ഫിനിഷ് ചെയ്ത് പുറത്തിറക്കണം, പ്രേക്ഷകർക്ക് എത്തിക്കണം എന്ന ഒരു നിർബന്ധം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന നമ്മുടെ ഹീറോ രജൻ കൃഷ്ണയാണ്. എനിക്ക് അദ്ദേഹം രജൻ ഭായിയാണ്. ഈ സിനിമയിലാണ് ഇതിലൂടെയാണ് രജൻ കൃഷ്ണയെ പരിചയപ്പെടുന്നത്. ഞാൻ അദ്ദേഹത്തെ രജൻ ഭായി എന്ന് വിളിക്കുന്നു. അദ്ദേഹം അല്ലെങ്കിൽ സ്റ്റാലിൻ ചേട്ടാണ്. അദ്ദേഹത്തിന് അത്ര പ്രായമൊന്നും എനിക്കില്ല, എന്നാൽ ഞാൻ ചേട്ടാന്നാണ് വിളിക്കുന്നത്. ചുമ്മാ പറഞ്ഞാൽ എൻ്റെ പ്രായം കുറവാണ്. അങ്ങനെ രജൻ ഭായി ആയിട്ടുള്ള ഒരു സൗഹൃദം മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഒരു ബാക്ക് ബോണായിട്ട്, ഞാൻ മെന്റലി ഡൗൺ ആകുമ്പോൾ ബാക്ക് ബോണായിട്ട് നിന്നൊരു വ്യക്തിയാണ് രജൻ ഭായി. അതുകൊണ്ടാണ് ഈ സിനിമ ഇന്ന് ജനുവരിയിൽ ഈ ഒരു ഘട്ടത്തിലെത്തി ജനുവരി മാസം റിലീസാകാനായിട്ട് പോകുന്നത്. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ നായിക, 2 ആക്ടേഴ്സ്, ഇതിൻ്റെ ക്യാമറാമാൻ, ഇതിൻ്റെ എഡിറ്റർ, ഇതിൻ്റെ BGM ശ്രീനാഥ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറയും ഭയങ്കരമായിട്ട് എനിക്ക് 5.1 മിക്സ് ചെയ്യുന്ന സ്ഥലത്തിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു തിരുത്തൊക്കെ ഉണ്ടായി. BGM കേട്ടോണ്ടിരിക്കുന്ന സമയത്തൊക്കെ മാക്സിമം ഞങ്ങളെ കൊണ്ട് മാക്സിമം നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. തുടർന്നും പുതിയ പ്രോജക്റ്റുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പുതുമുഖങ്ങളെ വെച്ച് തന്നെ ഞങ്ങളുടെ പുതുമുഖങ്ങളെ വെച്ച് തന്നെ ഒരു പ്രോജക്റ്റ് ആരംഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ സ്ക്രിപ്റ്റ് ലോക്കാക്കി ഞങ്ങൾ വച്ചിരിക്കുന്നത് ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് ലോക്കാക്കിയിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ആ ഒരു പ്രോജക്റ്റ്
ഒരു 1-2 വർഷത്തിന് ശേഷം നിങ്ങളുടെ മുന്നിൽ എത്തും. അതിൻ്റെ പണിപ്പുരയാണ്. പഴുതെന്ന സിനിമയെ നിങ്ങൾ അനുഗ്രഹിക്കണം. അതിനോടൊപ്പം ഞങ്ങളുടെ പുതിയ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആകാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം എന്നുകൂടെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യും. താങ്ക് യു.